ഭരണഘടന ഉറപ്പുതരുന്ന മതസ്വാതന്ത്ര്യം നോർത്ത് ഇന്ത്യയുടെ തെരുവുകളിൽ പച്ചയ്ക്ക് അട്ടിമറിക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് വീണ്ടും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഒഡീഷ സംസ്ഥാനത്ത് ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുകയാണ്. തികച്ചും അസംബന്ധമായ മതപരിവർത്തന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഏതാനും ദിവസം മുൻപ് മലയാളികളായ സന്യാസിനികളെ അറസ്റ്റ് ചെയ്ത് 9 ദിവസത്തോളം ജയിലിലടയ്ക്കുകയും ഇന്ത്യക്കകത്തും പുറത്തും അത് ഒരുപോലെ വാർത്താ പ്രാധാന്യം നേടുകയും പ്രതിഷേധത്തിന് കാരണമായി തീരുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആ വിഷയത്തെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും മറ്റും ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കാത്ത ഒരു സാഹചര്യം രൂപപ്പെടുകയും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിലെ അതേ മാതൃകയിൽ തന്നെ ഇല്ലാത്ത മതപരിവർത്തന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ ഒഡീഷയിലെ ജലേശ്വറിലും ക്രൈസ്തവ സന്യസ്തരെ ക്രൂരമായി മർദ്ദിച്ച് ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം നടത്തിയിരിക്കുകയാണിപ്പോൾ. ജലേശ്വറിലെ പാരിഷ് പ്രീസ്റ്റായി പ്രവർത്തിക്കുന്ന കോട്ടയം കുറവിലങ്ങാട് സ്വദേശി ഫാദർ ലിജോ നിരപ്പേൽ, ബാലസോറിലെ ജോഡ പാരിഷിലെ വൈദികനായ ഫാദർ വി ജോജോ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്ക് നേരെയും അതിക്രമമുണ്ടായി. ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ ബജ്രംഗ് ദൾ തീവ്രവാദികൾ ഒഡീഷയിലും കയ്യാങ്കളിക്കിറങ്ങി ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇനിയും ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തും ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ഇവരെ ശക്തമായി തന്നെ അടിച്ച് അമർത്തേണ്ടതാണ്. ഭരണഘടനയും അതിനെ ആധാരമാക്കിയുള്ള നിയമവാഴ്ചയും പൗരാവകാശങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ദൗർഭാഗ്യകരമായ അത്തരം സംഭവങ്ങൾ നടക്കുകയും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, ഭരണഘടനയുടെ വാഴ്ചയ്ക്കും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ കർശനമാക്കാൻ രാജ്യം ഭരിക്കുന്നവർ തയ്യാറായില്ല എങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ കടുത്ത വിഭാഗീയതയും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ബജ്രംഗ് ദൾ ഭീകരർക്ക് നിയമം കയ്യിലെടുക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കേണ്ടതാണ്. ബുധനാഴ്ച വൈകിട്ടാണ് ഈ അതിക്രമം ഉണ്ടായത്. വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന ഈ സംഘം ജലേശ്വറിലെ ഒരു ക്രിസ്തീയ വിശ്വാസികളുടെ വീട്ടിൽ മരണപ്പെട്ട ഒരാളുടെ ചരമവാർഷികത്തിന് കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. പ്രാർത്ഥനയും ശുശ്രൂഷകളും കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് കാത്തുനിന്ന 80ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരുടെ വാഹനങ്ങൾ തടഞ്ഞ് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇവർക്ക് വഴികാട്ടിയായി വന്ന തദ്ദേശീയനായ കാറ്റഗിസ്റ്റിനെ ആദ്യം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ബൈക്ക് നശിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ അക്രമിക്കൂട്ടം കാറിൽ പിന്നാലെ വന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഛത്തീസ്ഗഡിലെ പോലെ തന്നെ ഇവിടെയും ഇവരുയർത്തിയ ടോപ്പിക്ക് മതപരിവർത്തനം ആയിരുന്നു. തങ്ങൾ മതപരിവർത്തനം നടത്താനല്ല വന്നത്, ക്ഷണിക്കപ്പെട്ട ഒരു മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനാണ് വന്നത് എന്ന് വൈദികർ വ്യക്തമാക്കിയിട്ടും അത് ചെവിക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന അക്രമികൾ അതിക്രമം തുടരുകയായിരുന്നു. ഇന്ത്യ ഭരിക്കുന്നത് BJD അല്ല BJP ആണെന്നും നിങ്ങൾക്ക് ആരെയും അമേരിക്കക്കാരാക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. 45 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തി വൈദികരെയും സന്യസ്തരെയും രക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. മതപരിവർത്തനം എന്ന കാരണം ഉയർത്തിപ്പിടിച്ച് ഇത്തരത്തിൽ ക്രൈസ്തവ സമർപ്പിതർക്കെതിരെ നിരന്തരമായി മെക്കിട്ട് കയറുന്നത് അവസാനിപ്പിച്ചേ മതിയാകൂ. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുണയുടെയും സഹനത്തിൻ്റെയും മൂർത്തിഭാവങ്ങളാണ് ക്രൈസ്തവർ. കാരണം ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് അവരുടെ മാതൃക. ആരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സമർപ്പണത്തോടെ പ്രവർത്തിച്ച് ദുരിതങ്ങളിൽ നിന്ന് അവരെ കരകയറ്റുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് തനിക്ക് വേണ്ടിയല്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതിൽ ജനങ്ങൾ ആകൃഷ്ടരായേക്കാം. അവിടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. തങ്ങൾ ഭൂരിപക്ഷമാണെന്നോ തങ്ങളുടെ കയ്യിലാണ് അധികാരമെന്നോ ഉള്ള അഹങ്കാരത്തിൻ്റെ പേരിൽ ക്രൈസ്തവരെ മെക്കിട്ട് കയറരുത്. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് മാരകമാണ് എന്നാണ് ബൈബിള് പറയുന്നത്. അത് ഓർത്തു വയ്ക്കുക. അത് ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ക്രൈസ്തവ പുരോഹിതരും സന്യാസികളും മതപരിവർത്തന മാഫിയക്കാർ ആണ് എന്ന ദുർവ്യാഖ്യാനത്തിലൂടെ ഈ കാപാലികരിൽ കുത്തിവെച്ചിട്ടുള്ള വർഗീയ വിഷം അവരുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾക്ക് ശമനം ആവുകയുള്ളൂ. അതിന് സംഘപരിവാർ നേതൃത്വങ്ങൾ തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ BJP നേതൃത്വത്തിന് പ്രശ്നപരിഹാരങ്ങൾക്കായി നോർത്ത് ഇന്ത്യയിൽ തന്നെ സ്ഥിരതാമസമാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.